ഹായ് ഗൈസ്, അങ്ങനെ ഞാൻ ഇന്ന് കേക്കാണ് ഉണ്ടാക്കാൻ വന്നത്. കുറേ കാലമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് മടി തന്നെയാണ് വേറെ കാര്യം. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല അറിയാം. നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ്. കൂട്ടത്തിൽ ഇതിങ്ങനെ കണ്ടുപോകാമെന്നല്ലാതെ ആരും ലൈക്ക് അടിച്ചെന്നില്ല എന്നുള്ള എനിക്ക് കിട്ടിയേക്കണ വിവരം. അപ്പോൾ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, ലൈക്ക് അടിച്ച് പോവുക, ലൈക്ക് അടിക്കുക. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയാലും പെർഫെക്ഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല പറയാം. കാരണം ഞാനത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കാര്യത്തിൽ നല്ല ഇഷ്ടപ്പെട്ടാൽ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ ഞാനങ്ങനെയല്ല. ഞാനൊരു പണി ഇപ്പം ചെയ്യുകയാണെങ്കിൽ നാളെ വേറെ പണി ചെയ്യും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. എനിക്ക് എപ്പോഴും ഒരു തിമ്മൽ നിൽക്കാൻ കഴിയില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ കേക്കാണേ, അതാരും മറക്കണ്ട. മാംഗോ കേക്ക് സ്പഞ്ചുമ കാണാനില്ലെങ്കിലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ കേക്കാണ്. പിന്നെ സിറപ്പ് എല്ലാവരും പുറത്ത് പോയി വാങ്ങാം കേട്ടോ. എൻ്റെ മാതിരി പെര ഉണ്ടാക്കിയാണ്ട് കൊളാക്കാൻ നിൽക്കണ്ട. എനിക്കുണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ ഈ മാങ്ങക്ക് നല്ല പുളി ഉണ്ടായിന്. അതുകൊണ്ട് തന്നെ സിറപ്പ് നല്ല പുളി വന്നിന്. പക്ഷേ ടേസ്റ്റിന് വ്യത്യാസം പറയാനൊന്നുമില്ല. പക്ഷെ നമ്മൾ കേക്കിലെത്തുന്നതന്നെ കേക്കിനൊരു പുളി ഉണ്ടായ രസം ഉണ്ടാവില്ലല്ലോ. കറിക്കൊക്കെ പുളി ഉണ്ടാകണതിൽ കേക്കിന് പുളി ഉണ്ടായ രസം ഉണ്ടാവില്ലല്ലോ. എന്തായാലും സിറപ്പ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഏകദേശം ഇങ്ങനെയൊക്കെ ആക്കിയെടുത്ത് ഗൈസ്. ഒലിക്കുന്നുണ്ടായിന്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ചെറിയൊരു പുളിക്കാണെങ്കിലും. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്, അസ്സലാമു അലൈക്കും. വീണ്ടും വരാം. ബൈ.